السلام عليكم ورحمة الله وبركاته. الحمد لله الذي أعاننا على الصيام والقيام، نسأله سبحانه أن يبدل تلك الأيام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ അല്ലാഹു അവരുടെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അഥവാ ഭൂമിയിൽ വിട പറയുമ്പോൾ ഈമാനോടുകൂടി അല്ലാഹു നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും യാത്രയായ നമ്മുടെ ബഹുമാനായ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കൾ, നിരവധി ആളുകൾ ഈ പരിശുദ്ധ അല്ലാഹുവോട് അവരുടെ കബറുടെ പ്രകാശപൂരിതമാക്കി അവരുടെ പരലോകത്ത് അല്ലാഹുവോട് അവസരത്തും മകനത്തും നൽകി അനുഗ്രഹിക്കുമാണ്. നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ചുകൂടാൻ ആരോഗ്യമില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന വീടുകളിലും ആശുപത്രികളിലുമൊക്കെ വേദനയും സങ്കടവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് രോഗികളും അല്ലാഹുവോട് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന മാണിക്യകല്ല് പോലെയുള്ള മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായ നോമ്പുകാരുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യും. ദഅവത്തുസ്സായി മുസ്തജാബായ നോമ്പുകാരുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യും. അങ്ങനെ കബൂൽ ചെയ്യപ്പെടുന്ന പ്രാർത്ഥന നിർവഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം സമാധാനം നഷ്ടപ്പെടുന്ന കാരണം. സമാധാനം നഷ്ടപ്പെടാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ലോകങ്ങളിലുള്ള മുന്നിൽ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ കാര്യം അല്ലാഹു സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞ 112 ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചൊരു ആയത്തിൽ ഞാൻ ഗൗരവമായി അതിൻ്റെ ചെറിയൊരു അർത്ഥമുണ്ടാവുന്ന സമയത്ത് ലറബല്ലാഹു മസ്ലൻ ഖറിയത്ത്, അല്ലാഹു ഒരു ഗ്രാമത്തെ നമുക്ക് രാജ്യത്തെ ഒരു രാജ്യം അല്ലാഹു ഒരു മനുഷ്യർക്ക് എന്താണ് മനുഷ്യരുടെ പ്രത്യേകത? കാലത്ത് ആമിനത്ത് ഒരു ഭയവുമില്ലാതെ നിർഭയമായി ജീവിക്കുന്ന ഒരു രാജ്യം, മുത്തുമയിലത്ത് അങ്ങേയറ്റത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന രാജ്യം. അല്ലാഹു ഉപയോഗിക്കുക സമാധാനത്തോടുകൂടി ജീവിക്കുന്ന, അതോടൊപ്പം നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തേക്ക് അല്ലാഹു ഇഷ്ടം പോലെ ഭക്ഷണം സൗകര്യം അവിടുന്നാണ് നമ്മുടെ സമാധാനം പറയുന്നത്. ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങിയാൽ തിന്നുന്ന ഭക്ഷണം എന്നും അപ്പൊ ആരോടാണ് എതിർക്കേണ്ടത് വെച്ചിട്ട് അപ്പൊ മാതാപിതാക്കളുണ്ടാവില്ല, അല്ലാന്നുണ്ടാവില്ല. ഏതല്ല, ഏത് പക്ഷവും, ഏത് നോമ്പ്, ഏത് കാലവും തിന്നാൻ കൂടുതൽ കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത് അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ ഉമ്മത്തിന് ദാരിദ്ര്യം വന്ന് കഷ്ടപ്പാടുകൾ വന്നിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ ഭയപ്പെട്ടില്ല. ഒലാക്കിൽ മുസിക്കത്ത് അലയിക്കൂടാതെ ഭൂമിയിൽ സൗകര്യം കൂടുമ്പോൾ ആ സൗകര്യത്തിന് വേണ്ടി മത്സരം ഇല്ലേ? മത്സരം ഇല്ലേ? അവിടുന്ന് മത്സരത്തിലൊന്നാണ് സമാധാനം പറയുന്ന ഒരു കാര്യം. നമുക്ക് നമ്മുടെ വീടുണ്ടാക്കണം, നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മളെക്കാൾ വേറെ ഒരു വീട് വന്നാൽ നമുക്ക് സമാധാനം. ഞോനെ കൊല്ല മുകളിൽ നമ്മളെ വീട് അതിന് നമ്മൾ വാട്ടത്തേക്കെങ്കിലും മുകളിലേക്കാണ് എന്തായാലും മുകളിൽ കയറുന്നു അല്ലേ? അല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കൊരു കാർ, അടുത്ത വീട്ടുകാർ 2 കാറുണ്ടായാൽ നിങ്ങളുടെ സമാധാനം പോയി. നിങ്ങൾക്ക് ആരോഗ്യം, നിങ്ങളെ അടുത്ത വീട്ടുകാർക്ക് നല്ല ആരോഗ്യം, നിങ്ങളുടെ സമാധാനം പോയി. നിങ്ങളോടെ കരണ്ടില്ല, മറ്റുള്ളവരുടെ കരണ്ടില്ല, നിങ്ങൾക്ക് സമാധാനം പോയി. ഓരോടിക്കും കരണ്ടില്ലല്ലോ, സമാധാനം. അങ്ങനെ മനുഷ്യനെ പഠിക്കുമ്പോൾ
സമാധാനം പറയുന്നതിന് ഒരു കാരണം അള്ളാഹു പറഞ്ഞു ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടി അല്ലേ? മീൻ പുല്ലി മക്കാൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു രാജ്യത്തേക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കും. സമാധാനം അങ്ങനെ അല്ല കൊടുക്കും. എന്നിട്ടോ അനുഭവമില്ല അള്ളാഹിന്റെ നിയമത്തിന് അവർ നന്ദികൾ കാണിച്ചു. കഫറത്ത് അവർ നന്ദികൾ കാണിച്ച് അനുഭവമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം. അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദികൾ കാണിച്ചു. അപ്പോൾ സമാധാനം പറയുന്നതിന് ഒരു കാരണം നന്ദികൾ കേട്ടോ. ഒരു കാരണം, ഒരുപാട് കാരണം ഉണ്ടായത് ഒന്നാണ്. അപ്പൊ നന്ദിയില്ലാത്ത ഭാര്യ, നന്ദിയില്ലാത്ത ഭർത്താക്കന്മാർ, നന്ദിയില്ലാത്ത മക്കൾ, ആ കുടുംബം സമാധാനമായി. ഇതിന്റെ കാരണമാണ് അള്ളാഹോട് നന്ദികൾ കാണിച്ചാൽ പരലോകത്തിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവിനോടും ഭാര്യയോടും മക്കൾക്കൊക്കെ നന്ദികൾ കാണിച്ചാൽ കൂടുതൽ സമാധാനം പോലെ. പിന്നെ നമുക്ക് സമാധാനമില്ല. അങ്ങനെ തന്നെ അടുക്കട്ട് പറയുന്നു എന്ത് ചെയ്തിട്ടും കഴിഞ്ഞു നന്ദിയില്ലാത്ത ജാതിയായിട്ട് ഭാര്യ പറയുന്നു എത്ര ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു, എന്റെ ജീവിതം മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുത്തു, മൃഗമായിട്ട് അങ്ങനെ പറയുന്നു. ഓള് പറയുന്ന നമ്മൾ പറയുന്നു അല്ലേ? നന്ദി വേണ്ട കല്യാണം കഴിഞ്ഞ ഉടനെ. ഓളെ നന്ദി വേണ്ട, ഇയാളെ നന്ദി വേണ്ട. അത് കല്യാണം കഴിഞ്ഞ ഉടനെ. കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാൾക്കും നന്ദി ഇല്ല. ഞാൻ തെറ്റിയെടുക്കാം സമാധാനം. കല്യാണം കഴിഞ്ഞ ഉടനെ നന്ദി ഉണ്ടോ നമുക്ക് നന്ദി നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള സാധനം നമുക്ക് പറയുന്നില്ല. നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നത്. നന്ദി നോക്കടാ നോക്കോ? ഇല്ല, നോക്കൂല. ഈ പ്രത്യേക എനിക്കിപ്പോൾ നന്ദി നോക്കാനായില്ല. നന്ദിപ്പോൾ തുടങ്ങാനായിട്ട്. അതായത് സമാധാനപ്പെട്ടെങ്കിൽ നന്ദി വേണം. നന്ദി കേട് കാണിച്ചു എന്നുള്ള പറഞ്ഞു. എന്നിട്ട് അല്ല പറഞ്ഞ അങ്ങനെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച അള്ളാഹു പറയുക അള്ളാഹു അവനെ ആസ്വദിക്കും. അള്ളാഹിനോട് നന്ദി കേട് കാണിച്ചാൽ അള്ളാഹ് ആസ്വദിക്കും. എന്ത് ലിബാസൻ വിശപ്പിന്റെ വസ്ത്രമണി. വിശപ്പിന്റെ വസ്ത്രമണി അള്ളാഹോട് നന്ദി കേട് കാണിച്ചു. ഭയത്തിന് ചിലർക്ക് ഭയമായിരിക്കും, ചിലർക്ക് പട്ടിണി. അപ്പൊ നമുക്കേതാ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഭയം തരുന്നുണ്ട് അല്ലേ? ഭരണകൂടത്തിനോടൊക്കെ കണ്ടിട്ടില്ലേ? എന്താ കാണിക്കാൻ കൊണ്ട് നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നുള്ള പേടിയിലാണ്. അതുകൊണ്ട് ചിലവരൊക്കെ ഇപ്പോൾ അവനാന്റെ സ്വത്തൊക്കെ വിറ്റ് കൈമിൽ പൈസാക്കിയിട്ടാവും. പൈസാക്കിയിട്ടാൽ കഴിഞ്ഞപ്പോൾ അത് എപ്പോഴാണ് പിൻവലിക്കാൻ അവർക്ക് പേടിയാണ് അല്ലേ? അപ്പൊ ഹൗസ് എപ്പോഴാ എന്താ കാരണം പറഞ്ഞത്? അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു പട്ടിണിയുടെയും അതോടൊപ്പം തന്നെ ഭയത്തിന്റെയും വസ്ത്രമണിയുമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ അള്ളാഹു നിവാസം വിശപ്പിന്റെ വസ്ത്രം. എന്താ കാരണം പറഞ്ഞത്? അവർ തന്നെയാണ് അതിന്റെ കാരണം. അവർ പ്രോത്സാഹം നന്ദി കെട്ട പ്രവർത്തനം അല്ലേ? അതുകൊണ്ട് അള്ളാഹു സൂറത്തുൽ നഹലിലെ 112 ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് അർത്ഥം പറയാനുണ്ട്. നിങ്ങൾക്ക് പറയാം. അങ്ങനെ കുറച്ച് അർത്ഥം പറഞ്ഞ് അതിന്റെ ഗ്രാമറൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടെ കുറച്ചുണ്ട്. അവർക്ക് സൂറത്തുൽ നഹലിൽ 112 നോക്കിയിട്ട് എന്തായാലും മനസ്സമാധാനം പറയാം. നോക്കാം. ഇനി തൗഹീദ് അകലുക എന്നതാണ് അള്ളാഹിനോടുള്ള നന്ദികളുടെ ആദ്യം പറയാം. അത് രണ്ടു പേർക്കും സമാധാനം. ഇവിടെയും പോകും അവിടെയും പോകും. ഇവിടെ എന്ത് തൗഹീദാണ്. അല്ലാഹു പറഞ്ഞു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചു. സുമ്മസ്തഖാമു, പിന്നെ പിടിച്ചു, നേരെ ചൊവ്വെ പിടിച്ചു. നല്ലത് ഒരുപാട് പരീക്ഷണം വരും. അല്ലാതെ നിരന്തരമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരുള്ള പരീക്ഷണം സാമ്പത്തികമാകാം, ശാരീരികമാകാം അല്ലെ? വിശ്വാസിക്കും അള്ളാഹു എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹു പറയാം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പരീക്ഷിക്കാനുള്ള വസ്തുക്കൾ ഒന്ന് ഈ മാലി സമ്പത്ത് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ പരീക്ഷിക്കും. കുറഞ്ഞാലും പ്രയാസം, കൂട്ടിയാലും പ്രയാസം. കൂട്ടിയാൽ തിരിക്കാറുണ്ട് അല്ലേ? പൈസ കൂടി ഉള്ള ആൾക്കാർ, ഒരുവിധ ആൾക്കാർ സലാം വരുന്നുണ്ട്. ഒരിങ്ങനെ മത്സ്യം പിടിച്ചു കാൽ കഴിയുമ്പോൾ അല്ലേ? ഒരു മുഖം തന്നെ പാവപ്പെട്ടവണ്ണം നേരം എന്തൊക്കെയോ തരാം, നിങ്ങൾക്ക് തരാം.
ഒരു അഹങ്കാരത്തിന്റെ ഫേസാണ് അല്ലേ? അതുണ്ടാവും അല്ലേ? ഒരു അണു അളവ് കൽബിൽ അഹങ്കാരം ഉണ്ടായ സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയില്ല അല്ലേ? ഒരു അണു അളവ് അഹങ്കാരമില്ല, ഞാനെന്ന ഭാവം ഉണ്ടായാൽ സ്വർഗ്ഗത്തിൽ കൊണ്ടില്ല. നമ്മൾക്ക് അണു അളവല്ല, ഇന്ത്യയിലാണ്. എത്ര നോമ്പ് ഒഴിവായിട്ടുണ്ട് ഉണ്ടാവും. നിങ്ങൾ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പള്ളിയിൽ കുട്ടികൾ സാധുക്ക കാണുന്നത് ഞാനും അല്ല, നമ്മൾ രണ്ടാളും പുറത്തേക്കാണ് ഞാൻ ഒന്നെങ്കിലും നോക്കുക. നോട്ട ഞാൻ കണ്ടു നോക്കുക. പക്ഷെ ഭയങ്കര അഹങ്കാരം. അതല്ല, ആ അഹങ്കാരം ഉടനെ തുടർന്നാണ് പറഞ്ഞത്. മരിക്കുന്നത് വരെ ഉണ്ടാവും, രോഗം കടന്നു പോകും. അത് പോയെങ്കിലും സമാധാനം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചെല്ലാൻ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും നമ്മളെല്ലാവരും ഒന്നാണ്, ഒറ്റ ഒന്നാണ്. മത്സരയിൽ നമ്മളൊന്നാണ്, പള്ളിയിൽ നമ്മളൊന്നാണ്, ഖബറിൽ നമ്മളൊന്നാണ്, നമ്മളെ മയ്യത്ത് തിന്നു തീർക്കാൻ പറ്റുന്ന പുഴുക്കളൊന്നാണ്, നമ്മുടെ ഖബറിലെത്തുന്ന മൂർഖം പാമ്പുകളോ ഒന്നിനും വ്യത്യാസം. പക്ഷെ നമ്മൾക്ക് കുറച്ച് മുക്കാലും കൂടി നമ്മുടെ സ്വഭാവം എന്താണ് അഭിപ്രായം? ഇന്നത്തെ നല്ലൊരു മുക്കാലും നല്ല രണ്ടും വലിയ കാറിന്റെ പേരില്ല ഓടിയോ, ആ 2-3 ഓടി കാറ് വീട്ടിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് ലണ്ടനിൽ, ഒന്ന് അമേരിക്കയിൽ, ഒന്ന് റഷ്യയിൽ, എല്ലാം ഡോക്ടർമാർ, അല്ലെങ്കിൽ എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ പ്രൊഫസർമാർ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ. ഓനൊക്കെ എന്താ പറയാ, ഓന്റെ മക്കളെ പറ്റി എന്ത് അഹങ്കാരമാണ്. ക്യാൻസറിന്റെ ഫീച്ചറിൽ ഇങ്ങനെ കൈ അല്ലേ? ഒരിക്കലും കൈ ഇങ്ങനെ മര്യാദ കിട്ടില്ല. കാരണം കീശ കഴിച്ചാൽ കുറച്ച് കിബിറ് കിട്ടും, കൈ അയച്ചിട്ടാണ് കിബിറ്. ഞാനും ചോദിക്കട്ടെ, ഇപ്പോ ഞാൻ എൻ്റെ കൽബിൻ്റെ കണ്ണിൽ കാണുന്ന ഒരു ലോകത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉന്നതനായ ഡോക്ടർ ഏരിയ പറഞ്ഞു, അയാൾ ഇപ്പം ഹയാത്തില്ല. ഇപ്പം അയാൾക്ക് ദീന് അള്ളാഹ് അയക്കഴിഞ്ഞ് പോയ ലോകം അത്രയും മാറി. അതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ സണ്ണിൻ്റെ അമേരിക്കയിൽ, എൻ്റെ യങ്ങസ്റ്റ് സൺ അമേരിക്കയിൽ, അങ്ങനെ ഒക്കെ ഡോക്ടർമാരാണ് എല്ലാം. ഇപ്പം എന്താ പറഞ്ഞത്, ഓരോന്നും പഠിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇയാൾ ഭാര്യ മാത്രം എല്ലാവരും പഴയ പോയതല്ല. മക്കൾക്ക് ഇപ്പൊ സമാധാനമുള്ളതാണ് അല്ലേ? മക്കളൊക്കെ അബുദാബിയിൽ, ലണ്ടനിൽ, അമേരിക്കയിൽ, റഷ്യയിൽ ഓരൊക്കെ ഡോക്ടർ ഓരോ ഭാര്യ മക്കളും അവിടെ. ഇനി ഒരിക്കലും വീട് തയ്യാറാണ്, ഒരിക്കലും വരില്ല. കാരണം അവർ സെറ്റിൽഡ. നമ്മൾ പറഞ്ഞാണ് സെറ്റിൽഡ് ആയ ഉടനെ ഈ വയസ്സിൽ ആകാത്ത ബാപ്പിയും ആരെങ്കിലും പോകാത്ത ബാപ്പി ഉണ്ടാവും. ആര് വന്നാലും മോൻ്റെ പടായി വരും. മോൻ ലണ്ടനിലാണ്, മോൻ്റെ മകനവിടെ മറ്റേ യൂണിവേഴ്സിറ്റിയിലാണ്, മോൻ്റെ കുട്ടികൾ ഭയങ്കരമാണ്. മോഡി നമ്മളോട് തന്നെ പറയും, കേൾക്കും വള്ളം കൊടുക്കണം. കാരണം എനിക്ക് തോന്നാറ് എൻ്റെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കുത്തിയാ പോലീസായിട്ട് പോകും. അതുകൊണ്ടേ കുത്താറ്. എനിക്ക് ഈ ദുനിയാവിനോട് വലിയ താല്പര്യം. ഈ ദുനിയാവിനോട് താല്പര്യം എന്ന് നിങ്ങളെ കരുതുന്നു മാറുന്നു, അങ്ങനെ സമാധാനം പറയാം. നമുക്കൊരു 2 വരെ പറയാം. സമാധാനം ഉള്ള സമാധാനം പോകേണ്ടതല്ലേ? അപ്പൊ ഏതായാലും വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്, സമാധാനം കിട്ടണം. നിങ്ങളുടെ ഈ പടായി ഒന്നും വേണ്ട, മകനോടും ആയിക്കോട്ടെ. നിങ്ങൾക്കൊരു തുള്ളി വെള്ളം മരിക്കാൻ നേരത്തെ തരാൻ നിങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ ആ കൈത്തണ്ടൊന്നും താങ്ങി ഇട്ടിട്ട് ഗ്ലാസ് കഞ്ഞോളം തരാം. നിങ്ങളെ മകനിതാണ്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ്. ഞാൻ പൈസ കോൺഗ്രസ് കോൺഗ്രസിന്റെ ജംഗ്ഷനില്ലേ കമ്പൗണ്ടർമാർ കുറേ വന്ന് നിങ്ങൾക്ക് എല്ലാ പണിയെടുത്ത് തരാൻ ആളുണ്ട്. മക്കളില്ല. ആ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ മരണം എങ്ങനെ ആലോചിച്ചു. അയാളിപ്പോ പറഞ്ഞല്ലോ പഠിപ്പിക്കുന്നില്ലേ. ഈ പഠിപ്പൊന്നും പഠിച്ചില്ലെങ്കിൽ അവൻ്റെ മോൻ്റെ ഭാര്യയും കുട്ടികളൊന്നും ഗൾഫ് രാജ്യങ്ങളിൽ സെറ്റിൽഡാക്കണ്ടേ? അറിയും. 1000 രൂപ 3000 രൂപ വാങ്ങുന്നു പറ്റില്ല. നേരെ പക്ഷെ അവർക്ക് ഇന്ത്യൻ്റെ ഒരു 10 ലക്ഷം ഉറുപ്പിക കിട്ടാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഓനും അവൻ്റെ ഭാര്യ അവിടെ, അവൻ്റെ മക്കളാണ്. പിന്നെ അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവൻ്റെ എല്ലാവർക്കും മെഡിസിൻ ഫ്രീ, എല്ലാ രോഗത്തിനും മരുന്ന് ഫ്രീ, ഓന് ഫ്ലാറ്റ് ഫ്രീ, എല്ലാം അവിടെ ഫ്ലാറ്റ്. ഓരോ കുട്ടികളുടെ പഠനം ഫ്രീ. പിന്നെ ഓൻ വിട്ടു വരും. ഇനി ഓൻ്റെ മക്കൾ അവിടെ പഠിച്ചാൽ നിങ്ങളെ കണ്ടാൽ ആരോഗ്യം ഉണ്ട്. ഇതാണ് നമ്മുടെ അത് ഗ്രാൻഡ് പാ. ഇതാണ് ഒരു കുട്ടി. ഈ സാധനം ബ്ലഡി കൂടും കൺട്രി വരെ ഓർക്ക് മലയാളം അറിയില്ല, എന്നല്ല വെറുതെ അറിയില്ല. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ
പാസ്റ്റല്ല, ഇപ്പം നമുക്ക് പ്രസംഗം ഞാൻ പറഞ്ഞു കൊടുക്കുക. ആ ചെക്കന് ചവിട്ടുകൾ കൊണ്ടല്ല ആ വിദ്യാഭ്യാസം പഠിച്ചവനൊക്കെ കുന്നന്തകൾ പോലത്തെ സാധനമുള്ളത് വല്ല. അപ്പോൾ മോൻ്റെ മോന് ഈ മോൻ്റെ മോനാണ് ചവിട്ടിയത്. അപ്പോൾ മോന് പാപ്പനോട് ഭയങ്കര ക്ലവറാ പാപ്പ, കാരണം ഓർക്ക് കണ്ടെത്തി തരാത്താകും ക്ലവറാതാവട്ടെ. ഭയങ്കര സമർത്ഥനാണ്, വിദ്യാഭ്യാസം ചവിട്ടിനെ ആദ്യം അവർക്ക് മനസ്സിലാക്കുന്നത് അതാ ക്ലവറാണ്. അങ്ങനെ ഞാൻ ഒന്നിനും നമ്മളെ വാക്കിയതാണ് ഒരു തെറ്റായ കാര്യത്തിൽ അപ്പം ചീത്ത ഇല്ലേ അല്ലേ, നമ്മളെ ചീത്ത അവിടെ വെച്ച് ആരോടൊക്കെ അങ്ങനെ പെരുമാറിയാൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കും. നേരെ മറിച്ച് ഇപ്പോഴത്തെ പാപ്പാരുണ്ടാവില്ല, ഓനങ്ങനെ ഓനങ്ങനെയാണ്. കാരണം ഇവൻ്റെ വൈവർത്തം അങ്ങനെ ഇത് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾ നമ്മളുടെ കൂടെ ഇല്ലാത്ത മക്കൾ, അവർക്ക് പണമുണ്ട്, നമുക്ക് പണമുണ്ട്. ഒരു പണം അയച്ചാൽ നമുക്ക് സന്തോഷമായിട്ടുണ്ട്. ഒരു നമ്മളെ ഗൾഫിലാക്കിയത് കൊണ്ടേക്കുന്ന വാദമുണ്ടായിരുന്നു. നമ്മളൊരുപാട് ടൂർ കൊണ്ടുപോയി പല രാജ്യത്ത് കൊണ്ടുപോയി, ഇതൊക്കെ നമ്മളെ മക്കൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾക്ക് രോഗം വന്ന് നമ്മൾ കിടന്നാൽ, നമ്മൾ എവിടെയാണ് കിടക്കുന്ന അറിയാതെ കിടന്നാൽ, നമ്മൾ കിടന്നോട്ട് നിന്ന് കാട്ടിച്ചാൽ, നമ്മൾ കിടന്നോട്ട് നിന്ന് മൂന്നിച്ചാൽ, ഒരിക്കലും നമ്മളെ കൈകൊണ്ട് തൊടാൻ അറപ്പാണ്. എങ്ങനെയെങ്കിലും വെച്ചിരിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ, ചില മക്കൾ, ഗൾഫിലുള്ളൊക്കെ മക്കൾ ബാപ്പ മരിക്കാനായിട്ട് വിവരമയച്ചാൽ അപ്പം വന്നിട്ട് ഡോക്ടർ ചോദിക്കും എപ്പോഴത്തേക്കാവും, ഇത് വെള്ളം പറ്റില്ല, കബറ് കൊണ്ടാക്കാനേ എപ്പോഴത്തേക്കാവും, കാരണം ഒരാഴ്ച ഇനി പോകുള്ളൂ, അതിൻ്റെ മുമ്പ് വരിക്കണം. അപ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ, നിങ്ങൾ വരുന്നുണ്ടോ, വിശദീനും നിങ്ങൾ ലീവ് ആക്കണുള്ളൂ, നിങ്ങളല്ലോ നിങ്ങൾ അവിടെ പോയി വയ്ക്കല്ലേ അല്ലേ അല്ല. അവൻ്റെ ഭാര്യ അങ്ങനെ നിങ്ങൾ വരുന്നില്ല, ഈ സാധനം ഇപ്പോഴൊന്നും വയ്ക്കില്ല. അപ്പം ചില ഡോക്ടർമാർ, നിങ്ങളിപ്പോൾ ഇവിടെ പൊട്ടനാക്കിയതിന് ഈ രോഗം മാറാനാണോ അതോ രോഗം കൊല്ലാനാണോ? അപ്പം എല്ലാം രക്ഷപ്പെടുകയാണെങ്കിൽ വേഗം വേണം, മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണം. പെൺകുത്തലാൻ പോയി ഇവനിതുപോലെ കെടുക്കും. നിങ്ങൾ ബേജാറാണ്ട, അല്ല പറഞ്ഞതല്ലേ വർഷമായി കാത്തിരുന്നു എല്ലാം മടക്കം വരും. നിങ്ങൾ മൂത്രമൊഴിച്ചാൽ പോലും അത് മടക്കം വരും അല്ലേ. ഭൂമിയിൽ മൂത്രമൊഴിച്ചാൽ ഉണ്ടാവും, അത് ആകാശത്തിൽ ആകാശത്തിൽ മഴയായി വീഴും അല്ലേ, അതാ വൃത്തി. അതുപോലെ നിങ്ങൾ ആർക്ക് എന്ത് കൊടുത്താലും നിങ്ങളെ മക്കൾ ഇങ്ങനെ തന്നാൽ പോയ മക്കൾ ഒഴിഞ്ഞു കൊടുക്കും, യാതൊരു ആവശ്യമില്ല. അല്ല പറഞ്ഞില്ല, അത് കിട്ടിയിട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മക്കൾ കൊടുത്തുണ്ടാവും, ഓരോ മക്കൾ മുഴുവൻ തരുന്നുണ്ടാവും. അപ്പോൾ സമാധാനം അല്ലേ. അപ്പൊ സമാധാനം കാരണങ്ങൾ ഒരുപാട്, 100 കാരണം. അത് ചെറിയ സമയം കൊണ്ട് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കാരണം പറഞ്ഞത്, നമുക്ക് നന്ദികൾ വന്നാൽ സമാധാനം അല്ലേ. നമ്മളെ ബാല്യത്തിൽ നന്ദികൾ വന്നാൽ നമ്മളോട് നന്ദി കാണിക്കുമ്പോൾ നമ്മൾ വലിയ ആഘോഷമല്ല. അതുപോലെ നമ്മളോട് നന്ദിപൂർവ്വം സംസാരിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴാണ് നല്ലൊരു ഡ്രസ്സ് ധരിച്ചത്, നിങ്ങൾ ഇതിനെ കെട്ടിയതിനു ശേഷം ഞാൻ ഈ ഫുഡ് കഴിച്ചത്, നിങ്ങൾ കെട്ടിയതിനു ശേഷം ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. അതല്ല പറയാം. ഒരു പറഞ്ഞ നിങ്ങളെ കെട്ടിയതിനു ശേഷം ഞാൻ എല്ലാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നത് പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ കെട്ടിയതിനു ശേഷം ഇപ്പോൾ കുടിയില്ല, ഓളോളം മഞ്ഞ് പാത്രത്തിൽ കൂടെ ജീവിക്കണമെങ്കിൽ ഒരു സമാധാനത്തോടില്ലേ, സമാധാനം ഓളി വെച്ച് കല്യാണം കഴിക്കാൻ സമാധാനം. കല്യാണം കഴിക്കാനായിട്ട് ഒരു 90% ആളുകൾക്കുള്ള സമാധാനം കൊണ്ടുപോയി ആണായാലും പെണ്ണ. കല്യാണം കഴിഞ്ഞ ഉടനെ വെറും മാനസിക ഉപക്കാരുടെയും ബന്ധം, ഓളാരെ നോക്കിയത്, അതാരാ കൊഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഉടനെ ആര് കൊഞ്ഞതാണ്, നേരെ പറഞ്ഞ 5 കൊല്ലം കഴിഞ്ഞാൽ ആര് കുടിച്ചാൽ വേണ്ട പോകട്ടെ പോയിക്കോട്ടെ, ഇവനുകൾ പോകുന്നു. നമ്മൾ കാത്തിട്ട് പോകുന്നുണ്ടോ എന്താ കാരണം, മടുത്തു. അപ്പോ നന്ദിയില്ലാത്ത ഭാര്യ, നന്ദിയില്ലാത്ത മക്കൾ, നന്ദിയില്ലാത്ത മാതാപിതാക്കൾ, നന്ദിയില്ലാത്ത അടിമ ആകാം. ഇതാണ് സമാധാനത്തിൽ ഒരു കാര്യം. ശരി, അപ്പൊ ഞാൻ സമാധാനം ഉണ്ടാക്കണ്ടാവുമ്പോൾ അതിനല്ല പറയാം. സമാധാനത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടാവും. ആരോട് ആദ്യം ഉണ്ടാവണം നന്ദി? ആരോടെ? അള്ളാഹിനോട് നന്ദി ഉണ്ട്. എന്താ അടയാളം? അല്ല പറയാം, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് പ്രഖ്യാപിക്കുകയും സുമസ്തക്കാവും പിടിച്ചു. ഒരു പരീക്ഷണത്തിനും പതറിയില്ല, രോഗം വന്നു പതറിയില്ല. മാറാവ്യാധികൾ കുടുംബത്തിൽ തനിക്ക് മാത്രമല്ല, തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, കുറെ കുടുംബത്തിലുള്ള പലർക്കും രോഗം വരുമ്പോൾ നമ്മൾ പറയും, എന്താണ് പഠിച്ചത് ഞാൻ എന്നോട് കാണിച്ചത്, എന്ത് തെറ്റിയിട്ടാണ് നീ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നു ചെയ്തു. പോയി ലയിക്കാൻ പോയി, സമാധാനം പോയി. നേരെ മറിച്ച് എല്ലാ കടൂരിലും നല്ല പൈസ, നല്ല സൗകര്യം. നമ്മൾ ഈ പള്ളിക്കൊക്കെ തിരിഞ്ഞെടുത്ത് നമുക്ക് ഭയങ്കര അങ്ങനെ
നിസ്കരിച്ച് നോമ്പൂരി സക്കാത്ത് കൊടുത്ത് കിട്ടാവുന്നതിനൊക്കെ സദ്യ കൊടുത്ത് മാന്യമായി ജീവിക്കുന്ന നമ്മൾ കഷ്ടപ്പാട്. കള്ളു കുടിച്ച് തമ്മാടത്തിൽ ചെയ്ത് പോക്കി ചെയ്യാൻ നമുക്ക് അവനൊക്കെ പൈസ ഒരു സൗകര്യം. അപ്പം ഇതെന്താ ഇപ്പം നിരീശ്വരവാദം വരെ വരൂലേ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹു റസൂൽ പറയണേ നമ്മളോട് മാ യസാലും ബലാൽ, പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേ കുറിച്ചിക്കണേ പരീക്ഷണമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്റെ സ്വന്തം ശരീരത്തിൽ ഇപ്പോൾ മാലയും സമ്പത്തും ഇപ്പോൾ വലത് ഈ മക്കളൊക്കെ അതുകൊണ്ട് നമുക്ക് പറഞ്ഞല്ലോ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. ഏതുവരെ ഈ പരീക്ഷണത്തിനാണ് നിങ്ങൾക്ക് പിടിച്ചിട്ടാണ്. എന്തിനാണ് പിടിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ മുമ്പിൽ കോടതി വെക്കുമ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ പാപവും ഈ പരീക്ഷണത്തോടെ ചോടും. അപ്പൊ എന്താ പറയുന്നത്? പഠിച്ചോനെ എന്തായിരുന്നു പറയുന്നത്? അള്ളാഹു എന്താ പറയുന്നത്? താങ്ങാൻ കഴിയാത്ത എല്ലാ പരീക്ഷണവും പഠിച്ചോനെ തന്നാൽ താങ്ങാൻ കഴിയാതാവുന്നതിലാവും പ്രയാസം. ഈമാൻ പൊളിഞ്ഞു പോകും. അങ്ങനെ ഈമാൻ പൊളിഞ്ഞു പോയാൽ ആത്മഹത്യ അല്ലേ? ഈമാൻ തകരുമ്പോൾ ആളുകൾ ആത്മഹത്യ. കാരണം പരീക്ഷണങ്ങൾ നിരന്തരമായി വരുമ്പോൾ അവർ ചിലർക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ പഠിച്ചത് തന്നാൽ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അല്ലാഹു പറയാൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ സുമ്മ ഇസ്തഖാമു, അത്തരം ആളുകൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. അപ്പോഴൊക്കെ ഇസ്തിഖാമത്ത് നേരെ ചൊവ്വ ജീവിക്കുകയും പിടിച്ചു നിൽക്കുകയും അതാണ് ഇസ്തിഖാമത്ത്. എന്നാലോ തത്തനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം 70,000 മലക്ക് ഒരാൾ മരിക്കുന്നത് ഭൂമിയിലാണ്. ഒരാൾ മരിക്കുന്നു, നമ്മൾ കാണില്ല. പക്ഷെ അവരെന്നെ പറയും, ഈ മരിക്കുന്ന ആൾ പറയും എന്ത് അവിടെ ആരാ ഇവിടെ ആരാ നിൽക്കുന്നു അല്ലേ? അയാൾ കാണുന്നു ആളെ, നമ്മൾ കാണില്ല. വെള്ള തുണിയൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാരുടെ അവിടെ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനല്ലേ? അല്ല പറയാം മലക്കുകൾ അവൻ മരിക്കുന്ന വേളയിൽ അവന്റെ അടുത്തേക്ക് 70,000 മരിക്കുന്ന എന്തിനാ? സമാധാനത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ. ഇവിടെ കുറെ സമാധാനക്കുറവ് പരീക്ഷണങ്ങളൊക്കെ വന്നു. ഇവിടെ കുറിച്ചു മനോഹരമായി പരീക്ഷണങ്ങളെ കുറിച്ചു. അങ്ങനെ അയാൾ പോകുമ്പോഴോ തത്തനസ്സിൽ അലൈഹിമുൽ മലായിക, മലക്കുകൾ വാനമിറങ്ങും കേട്ടോ. വാനമിറങ്ങിയിട്ടോ അവർ പറഞ്ഞത് അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു, പേടിക്കണ്ട. പോകുന്ന ലോകം സമാധാനത്തിലേക്കാണ്. വലാ തഹ്സനു, ഇവിടെ വിട്ടേച്ചു പോകുന്ന പ്രശ്നങ്ങളിൽ ദുഃഖം വേണ്ട. മരിക്കുന്നവർ പറയാം, അങ്ങനെ കുടുംബത്തിൽ ചെറിയ ചെറിയ മക്കളുണ്ട്, ചിന്ത വേണ്ട, കുട്ടാള് ദുഃഖിക്കണ്ട. ധാരാളം മരിക്കുന്നു അമ്മാറിന്റെ മലക്ക്. അതാരടാ പറയുന്നത്? ആരോടാ പറഞ്ഞത്? ഇന്നല്ലതിനെ കാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അള്ളാഹ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ പോരാ, സുബ്ഹാനല്ലാഹ് പറയാൻ എളുപ്പമാണ് അല്ലേ? പക്ഷെ അത് ആ അള്ളാഹ് കൽപ്പിലുണ്ടാകും. ആ അള്ളാഹ് പരീക്ഷിക്കുമ്പോൾ സംതൃപ്തി വേണം. അള്ളാഹ് തന്നയിൽ തൃപ്തി വേണം. അള്ളാഹു തന്നയിൽ കനാറ്റില്ലാണ് അതൃപ്തി കാണിക്കാൻ പാടില്ല. തൃപ്തി വേണം. ഉള്ളേയും തൃപ്തിപ്പെട്ട് ജീവിക്കാൻ മറ്റുള്ളവരെയും നോക്കരുത്. ഒരു വിഷയം ഒരായത്ത് പറഞ്ഞാൽ ആയത്ത് പറഞ്ഞതിന് ശേഷം അടുത്തേക്കല്ല ജമ്പിൽ പോയി കാര്യം. അപ്പോ അല്ല പറയാം, എന്താ പറഞ്ഞത്? അല്ലാ തഖാഫു വലാ തഹ്സനു. ഇതെവിടെ ഒന്ന് ഭയപ്പെടണ്ട. ഇവിടെ പോകുന്നല്ലോ പരലോകത്തെ പേടിക്കണ്ട. പോകുന്ന കൊടുക്കണം ആലോചിച്ചു കൊടുക്കും. ആരുമില്ല, ആരുണ്ടാവും നിൽക്കാൻ. എന്താ കണ്ണിൽ നിൽക്കാൻ അയാൾ കണ്ണിൽ അള്ളാഹ് റസൂൽ പറഞ്ഞ ഇതാ മാറ്റൽ ഇൻസാൻ മരിക്കണമെങ്കിൽ അള്ളാഹു സ്വർഗം കാണിക്കുന്ന ആളുകൾ അള്ളാഹ് പരീക്ഷിക്കുകയും അള്ളാഹ് പരീക്ഷിച്ചപ്പോൾ പിടിച്ചിരിക്കുകയും ചെയ്ത ആൾ മരിക്കുമ്പോൾ അത് സ്വർഗം. ഒരു പരീക്ഷണത്തെയും നേരിടാൻ കഴിയാതെ അസംതൃപ്തൻ, തികഞ്ഞ അസമാധാനം മാത്രം, എപ്പോഴും പരാതി മാത്രം. എനിക്ക് അള്ളാഹു 4 മക്കളെ തന്നു, ഒന്നും നേരാക്കില്ല. എന്താ ഒന്ന് നേരാക്കി ഡോക്ടറാക്കിയാണ്. എനിക്ക് 4 മക്കളൊന്ന് ബാങ്ക് കൊടുത്തു, ഒന്ന് പള്ളിക്കൽ ഇമാമാണെന്ന് പറഞ്ഞിട്ട് നമുക്കില്ല. മൂപ്പർക്ക് വേണ്ടി എന്താ? മൂപ്പർക്ക് വേണ്ടി ഒന്ന് ഡോക്ടർ, ഒന്ന് പ്രൊഫസർ, ഒന്ന് എഞ്ചിനീയർ, ഒന്ന് ശാസ്ത്രം. അങ്ങനെയാണെങ്കിലോ കീശ കൈ 2 വയസ്സായപ്പോൾ എല്ലാം കഴിച്ചു. ഇപ്പൊ 6 മൂലി എങ്ങനെ ഉണ്ടാകുക? എനിക്ക് രക്ഷിക്കാനല്ലേ മക്കൾ വേണ്ട. ഇത് പറഞ്ഞ ആരെയും തൗബ ചെയ്തു. ഞാൻ എന്താ കർഷകനെ വിവരക്കുറവ് കൊണ്ട് വന്നുപോയതാണ്, അഹങ്കാരം കൊണ്ട് വന്നുപോയതാണ്, അഹന്ത കൊണ്ട് വന്നുപോയതാണ്. അള്ളാഹുവിനെ നിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ അറിയാൻ പോവാണ്.
അതൊന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പൊ ഏതായാലും അല്ലാ തഹാഫു പേടിക്കണ്ട, ഒലാ തഹ്സനു ദുഃഖിക്കണ്ട. എന്താ ദുഃഖിക്കേണ്ടത്? നമ്മൾ മരിക്കാൻ അസമാധാനമാണ് ദുഃഖം വരും അല്ലെ? എന്താ കാരണം? ഭാര്യക്കാരും ഉണ്ടാവില്ല, മക്കൾ നോക്കൂലുള്ള ബോധം, പിന്നെ കാര്യമായ സമ്പത്തൊന്നുമില്ല, മക്കളൊന്നും കെട്ടിച്ചില്ല, ആരും വേണ്ട രൂപത്തിലേക്കൊന്നും മാറിയിട്ടില്ലായിരുന്നു. ആയിട്ടൊന്നും ഒന്നും വേണ്ട, അത് എന്താ മരിക്കുന്ന സമയത്ത് എത്ര സമാധാനത്തെ ഒക്കെ അല്ല ഇപ്പോൾ വല്ലാത്തഹസനും. പിന്നെ വാബിശറൂബിൽ ജന്നത്തിലെത്തി കുന്തും തുഅദൂൻ. വാബിശറൂ സന്തോഷിച്ചോളൂ, ബിൽ ജന്ന സുഖത്തോടെ. എന്താ അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാ. ഈ പരീക്ഷകളിൽ, ഈ പ്രയാസങ്ങളിൽ ഒരു അസമാധാനം കാണിക്കാതെ സമാധാനം വിധിക്കില്ല, അലാവിധിക്കില്ല എന്നൊരു മനസ്സിന് സമാധാനം കിട്ടാൻ അള്ളാഹുവിന്റെ ദിക്റിൽ ജീവിച്ചു. ആ ദിക്റിൽ ജീവിക്കുമ്പോൾ നിരന്തരം അല്ല പരീക്ഷിച്ചു. എവിടെയും പദവിയില്ല, ഒരു നിലയ്ക്ക് ഒരു സങ്കടം വന്നു. പഠിച്ചോണ്ട് നീ എന്നോട് ഇത് നിങ്ങൾ ചെയ്തു ചോദിച്ചില്ല, പലരും ചോദിക്കാറുണ്ട് അല്ലേ? ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു? ആണ്ടി വഴിപോലെ പാട്ടുകാരൻ ആണ്ടി വഴിപോനാവുക പോലെ ആണ്ടി വഴിപോൻ. ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു? ആണ്ടി വഴിപോലെ. എന്താ കഷ്ടപ്പെടാൻ? കഷ്ടപ്പെടും. അപ്പോഴാണ് തൗഹീദിന്റെ പ്രാധാന്യം. ഏകനായ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം അവന്റെ കൽബിലുണ്ടോ, ഒരു അസമാധാനം. അപ്പോൾ സമാധാനം പോകുന്നതിൽ ഒരു കാരണം തൗഹീദുണ്ടാകണം. പിന്നെയോ അതാ പറയാം, ഖുർആൻ നടന്നു പോയാൽ ആര് ഖുർആൻ നടന്നു? അള്ളാഹു സമാധാനം തരാൻ വേണ്ടിയിട്ട് ഇറക്കിയ ദിക്റാണ് ഖുർആൻ അല്ലേ? നമ്മളാലും ഇപ്പൊ എല്ലാവരും കുറെ ഓതിയിട്ടുണ്ട്. അത് നകലാണെന്താ? അത് പഠിക്കാറല്ല, അതിന്റെ ഫഹ്മ് വേണം, ഹിഫ്ള് വേണം, തിലാവത്ത് വേണം. അത് ഉള്ളാണ് മനസ്സിലാക്കാൻ ഒരാൾ വെറുതെ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടും. അത് ശരിയാണ്. ഖുർആനാണ് കാര്യം. എന്ത് വേണം? കൂലിന്റെ കാര്യം തൗഹീദ് വേണം, ഈമാൻ വേണം, തഖ്വ വേണം, ഖൗഫ് വേണം. എന്നിട്ട് അയാൾ അലിഫ് ഓതിയാൽ കൂലിയാണ്, അർത്ഥം ഓതിയാലോ അള്ളാഹു നാളെ പരലോകത്തിന് പരാതി പറയില്ല. ഇത് എന്റെ ഖൗമു ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ. പടച്ചോനെ, ഈ മയ്യത്ത് ഭൂമിയിൽ നിന്ന് വന്നത് ഖുർആൻ പലകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടാന്ന് പറയില്ല. അള്ളാഹു റസൂൽ പരാതി. അപ്പോ വിശുദ്ധ ഖുർആൻ നടന്ന് ജീവിച്ചാൽ സമാധാനം ഉണ്ടാവും. അവർക്ക് അസമാധാനം വന്നപ്പോൾ ഖുർആൻ അകലിൽ ജീവിക്കുന്ന നമ്മളൊന്നും ഇപ്പോൾ ഖുർആനിൽ അകത്ത് ജീവിക്കുന്നത് തന്നെ. നമ്മൾ അടുത്തിരിക്കുന്ന നന്മയായിട്ട് പള്ളിയിൽ കയറിയാൽ ഖുർആൻ ആളാണ് ഒന്നല്ല. അല്ലാതെ റസൂൽ പറഞ്ഞാൽ പള്ളി തന്നെ നിറയും ലോകം അവസാനിക്കും പാടില്ല. ഒരു കാല മനുഷ്യന്മാർക്ക് വരും ഖുർആന്റെ അക്ഷരങ്ങളിൽ ഓതി വായിക്കാൻ അറിയാൻ ഉള്ള എന്താണ് ആ പറഞ്ഞതെന്ന് അറിയില്ല. ഖുർആൻ എന്താ പറഞ്ഞതറിയില്ല. ഇസ്ലാം ഇൻട്രസ്റ്റ് ഇസ്ലാമിന്റെ പേരിലോ പേര് മാത്രം മുസ്ലിം. ഇത് പേര് മുസ്ലിമാണ്, രൂപവും മുസ്ലിമാണ്, പക്ഷെ ഉള്ളിൽ മുസ്ലിം ഇസ്ലാമിൽ ലോകം അവസാനിക്കുള്ള സമയം. പിന്നെ മസാജിദും ആളുകൾ അത്തരം ആളുകൾ നിറയും പള്ളിയിൽ പോകുന്നല്ല. ലോകം അവസാനിക്കാതെ ഖുർആൻ അറിയാത്ത, ഖുർആൻ അറിയാത്ത, അതിന്റെ അർത്ഥം അറിയാത്ത, അതിന്റെ ആഴമറിയാത്ത ആളുകളെ കൊണ്ട് നിറയും പള്ളി. മസാജിദും ആളുകൾ പള്ളികളെല്ലാം ജനജീവിതമാണ്. എന്നാലോ ആ നിറഞ്ഞ ആളുകളുടെ കൽവിൽ ഉദണ്ടാവില്ല. ഹറാബും ഉദയിൽ നിന്ന് അകന്നു പോയാൽ അത് മാനസികമായിട്ട് അള്ളാഹു ദുനിയാവിൽ പ്രയാസം തരാൻ, സമാധാനം വരുത്താൻ ഒരു കാരണപ്പെട്ടാൽ ഒന്ന് തൗഹീദ് എന്നുള്ളതാണ്, രണ്ട് ഖുർആൻ എന്നാണ് അല്ലേ? എന്നാലോ ഖുർആനിനകത്തുന്ന ആൾക്കാർ ഇവിടെ മരിച്ചാലോ സമാധാനത്തിൽ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരെ കൊണ്ടും കിടന്നോട്ടൊന്ന് കാട്ടിച്ചു, മൂത്തിച്ചു, അതെടുത്ത് വലിച്ച് ചുമരുകൾ എറിഞ്ഞു, എല്ലാവരും വെറുത്തു. അവസാനം ഇയാളൊന്ന് മരിച്ചിരിക്കാൻ മതിയിരുന്നു അല്ലേ? എല്ലാവരും നാളെ എല്ലാവരും വരിക. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചത്, പക്ഷോനെ എന്ത് അന്നറുത്ത ഇല്ല അതിന് മുമ്പ് ഇല്ല, അതിന് മുമ്പ് എന്നാൽ പറയുന്നത് എന്താണെന്ന് അറിയാത്ത പ്രായം, കേൾക്കുന്ന എന്താണെന്ന് കാണാൻ മനസ്സിലാക്കാത്ത പ്രായം, കേൾക്കുന്ന എന്താണെന്ന് പറയാ മനസ്സിലാക്കാത്ത പ്രായം. അതൊന്നും പഠിച്ചോനെ കരയില്ലാതെ പ്രാർത്ഥിക്കും. അതൊന്നും വേണ്ട. ചിലരൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ആയുസ്സും തെറ്റാണ്, ദീർഘായുസ് നൽകി അപ്പം തന്നെ പറഞ്ഞു എനിക്ക് ദീർഘായുസ് വേണം. ഈമാന് വേണം, തഖ്വ വേണം, ആരോഗ്യം വേണം, എന്നിട്ട് വേണം ദീർഘായുസ്. അപ്പം
എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവെ ഈമാനോടുകൂടി തഖ്വയോടുകൂടി ആരോഗ്യത്തോടുകൂടി ഉള്ള ദീർഘായുസ് അങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാണ്ട് വെറും ദീർഘായുസ് ചോദിക്കണ്ട. ആ ദീർഘായുസ് അടങ്ങലാണ്. കാരണം എല്ലാവരും ഭാര്യ വരെ അകന്നു പോകും, ഭർത്താവ് നേരത്തെ പോകും. ഭാര്യയ്ക്ക് സുഖം മിക്കവാറും ഭർത്താക്കന്മാർ ഇടയ്ക്കൊക്കെ ഇപ്പം ഇങ്ങനെപ്പം എന്നാലിപ്പം ഞാനിപ്പം എന്താണിപ്പം ചെയ്യപ്പം മുഖത്തൊന്നും കൂടി കിടക്കാൻ ചിലവർക്ക് ചിലവരെ ഭാര്യമാരെ മരിച്ചാൽ എത്ര അപ്പോ ഭാഗ്യവാനാണ് മരിച്ചതേ. ഭാര്യ മരിച്ചാലേ അത് അറിയണമെങ്കിലേ നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഭാര്യ കിട്ടാൻ സമാധാനം പിന്നെ പേശോട്ട് വന്നു. ഇതിനത് പെണ്ണിട്ടാനുള്ള സമാധാനമില്ല. വീടില്ലാത്ത പെണ്ണിനെ കിട്ടിയെങ്കിൽ സമാധാനം ഉള്ളൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ എല്ലാവരും വളരെ നോമ്പാകുമ്പോൾ നോമ്പ് വെച്ച് കിടക്കുക. ആ കുറേ കുറെ ചെയ്യുക. ഓളവിടെ എഴുതി പറയും. മുക്കാലിന് പറയും. മുക്കാലിനൊക്കെ ചെയ്യാൻ അവൻ്റെ സമാധാനം ചെറുതാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരെന്താ ചോദിക്കുക? പുറത്തും പോലെ ചോദിക്കുന്നത് എന്നാ കൊണ്ടില്ല. ആ സലാം തന്നെ പറയും അല്ലേ? മുമ്പത്തെ സലാം ഉണ്ടോ? മുമ്പൊക്കെ സലാം വയ്യാതെ പള്ളിയിൽ തേച്ച് തരും. അപ്പോൾ നേരെ പക്ഷത്തോളം മുഖത്തന്നെ പോലെ ഇവർക്കൊക്കെ നഷ്ടത്തിൽ പോയി. പക്ഷെ എന്നാൽ വേണമെങ്കിൽ കൂടി പോകണ്ടോ അല്ലേ? ഇപ്പം ടൈലഷോപ്പ് നിർത്തിയോ? നാട്ടിൽ തരാമില്ല. ഇതാണ് തരാമില്ല. അല്ല, ഞാൻ വെറുതെ പറയില്ല. അല്ല, സലാം കാലല്ലേ ക്ലാസ്സിന്റെ കഷ്ടപ്പെട്ട് നിർത്തിയാക്കിയെങ്കിൽ പുറത്തേക്ക് മുന്നിലേക്കല്ലേ പലവട്ടം പറയാം. പുറത്താക്കി പഠിക്കുന്നത് പുറത്താക്കി മുക്കാലിലായിട്ട് അവിടെ റിസൾട്ടാക്കി. മുക്കാലില്ലാതല്ലോ ആരും വേണ്ട, ആർക്കും വേണ്ട. പാപ്പന വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കളെ വേണ്ട, ആർക്കും വേണ്ട, ആരെയും വേണ്ട. ഒക്കെ ഹാപ്പാവണം. അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ല. അള്ളാഹെ കടത്തോടി ലോകത്ത് മടുത്തു വരാത്ത ഒറ്റ ബന്ധം അള്ളാഹു. ബാക്കിയെല്ലാം ബന്ധവും ഭാര്യയെ പോലും ഭർത്താവിനോട് അള്ളാഹിനോട് അടുത്താൻ മടുക്കൂല. എത്ര അടുത്താലും മടുക്കും. അതാണ് നമുക്ക് വിചാരിക്കുക. അള്ളാഹിനോട് അടുത്തില്ല. നമുക്ക് അടുപ്പം വരുന്നത് ഭാര്യയോടാണ്, മക്കളോടാണ്, നാട്ടിലെ മലയാളിമാരോടാണ്. എന്തില്ല സമാധാനം കിട്ടില്ല. അള്ളാഹിനോട് അടുത്താലോ അള്ളാഹിനോട് അടുത്താനുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഏതായാലും ഒരു ഭയമില്ല, ഒരു ദുഃഖമാണ്. ഇന്നത്തെ പറഞ്ഞ വിഷമത്തിൽ ജനത്തിലെത്തി കുറ്റുവാണ്. നമ്മൾ സമാധാനത്തിന്റെ രണ്ടാമത്തെ കാരണം ഒന്ന് തൗഹീദിലേക്ക് പകരം ഒന്ന് കൂടാന്നുള്ളതാണ്. സമാധാനം പോയി. ഇനിയോ ദുനിയാവിന് അമിതമായ പ്രാധാന്യം. മൂന്നാമത്തെ കാരണം നമുക്ക് ദുനിയാവിന് ഭയങ്കര പ്രാധാന്യം. ദുനിയാവ് അതാണ് നമ്മൾ പറഞ്ഞത്. ദുനിയാവുള്ളവർക്ക് സലാം ചെയ്യണം. ദുനിയാവുള്ളവർ കല്യാണം വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ വെറുതെ വരും. എന്താ അന്റെ കല്യാണത്തിനാണ് ജീവൻ വിളിക്കുന്നില്ല. എന്താ നേരെ കുറിച്ച് പാർക്കണം വിളിച്ചാലും പരിപാടി റോട്ടുമെന്നാണ് വിളിച്ചത് അല്ലേ? അവർക്ക് വാട്സപ്പിൽ അയച്ചാൽ ഇൻവിറ്റേഷൻ അന്നും പോകില്ല. നേരെ മറിച്ച് ഇവിടുത്തെ MLA ഒരു വാട്സപ്പിൽ ഒരു ഇൻവിറ്റേഷൻ അയച്ചാലോ ബുക്കുണ്ടാവും. മുമ്പ് തന്നെ ആളെ സീരിയസായിട്ട് പഠിക്കണം. ഓനോട് കിട്ടും മർഹബ പറയാൻ അല്ലേ? അതാണ് പൈസ. ഇനി അള്ളാഹു വല്ലാഹി അള്ളാഹുവാണ് സത്യം. അള്ളാന്റെ കാഴ്ചപ്പാടിൽ ദുനിയാവിന് അള്ള വെച്ചതല്ല. എത്ര ഇല്ല നിശ്ചിതമായി ഒരാളുടെ വിരല് സമുദ്രത്തിലിട്ടാൽ സമുദ്രത്തിൽ ഒരാളുടെ വിരലിട്ടോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫൽ എന്തോ വിമയും. എന്താണ് ആ കൈ പുറത്തേക്ക് കിട്ടാണ്ടാവുക? എത്ര ഉണ്ടാവും? ഒരു സമുദ്രത്തിൽ വിരല് മുക്കിയിട്ട് പുറത്തേക്ക് കിട്ടാൻ എത്ര തുള്ളി വെള്ളം ഉണ്ടാവും? ആ സമുദ്രത്തിലേക്ക് ഒഴിക്കും. അപ്പൊ എന്താണ് ദുനിയാവ് പറഞ്ഞാൽ ഈ വിരലുമ കുടിക്കാൻ വെള്ളത്തിന്റെ തുള്ളിയാണ് ദുനിയാവ്. അത്ര അല്ലാത്തത് നമുക്ക് ആ തിരിച്ചില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവ് കിട്ടാത്തതിന്റെ സംഘടന അതുകൊണ്ട് ശ്രദ്ധിക്കും. ഖുർആൻ പറഞ്ഞാൽ ദുനിയ ആരെങ്കിലും ദുനിയാവിനെ വളരെ അമിതമായിട്ട് അമിതമായിട്ട് ഇഷ്ടപ്പെടണമെന്നല്ല പറയില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടോളാനാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവ് വേണ്ടേ? അതാ ചേർന്ന് ജീവിക്കുക. ദുനിയാവ് വേണം, പക്ഷെ എന്ത് വേണ്ട? അതിന് അമിതമായി ഇഷ്ടപ്പെടണം. ദുനിയാവ് പരലോകം. ദുനിയാവിനെ അമിതമായി സ്നേഹിച്ചാൽ പരലോകം പെട്ടണം. പിന്നെ ആരെങ്കിലും പരലോകം ആഗ്രഹിച്ചാലോ അമിതമായി ഇഷ്ടപ്പെട്ടാലോ
അള്ളാഹ് തമ്മിൽ ദുനിയാവിൽ ചില പരീക്ഷണങ്ങൾ പരലോകം ആഗ്രഹിച്ചാൽ ദുനിയാവിനെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. പരലോകം ദുനിയാവ് ആഗ്രഹിച്ചാലോ രണ്ടോടത്ത് കഷ്ടപ്പാടാണ്, സമാധാനം ഉണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് മൻ ഖാഫൽ യൗം അമിന വദ വമൻ അമിനൽ യൗം ഖാഫ വദ. മുദ്രാവാക്യം തന്നെ റസൂൽ പറഞ്ഞു. മൻ ഖാഫൽ യൗം, ഇന്ന് അള്ളാഹനെ ഭയപ്പെട്ട ഭൂമിയിൽ ജീവിച്ചാൽ അവർക്ക് അമിന വദ, നാളെ മനസ്സമാധാനത്തോടും സന്തോഷത്തോടും പരലോകത്തിൽ നേരെ മറിച്ച് ഒമൻ അമിനൽ യൗം, ദുനിയാവിൽ മരിക്കുന്നവരെ വളരെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി, വെറും സന്തോഷം മാത്രം, ഒരു പരീക്ഷണത്തിനും വിധേയല്ല, സന്തോഷത്തോട് ജീവിച്ചു. എന്നാൽ സാഫ നാളെ ഭയപ്പെട്ടു. അപ്പൊ ഇന്ന് കുറച്ച് കഷ്ടപ്പാടുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അപ്പോഴൊക്കെ കുറച്ച് സമാധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ ബഖറ 201 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. അല്ലാഹുവേ ദുനിയാവ് നൽകണം. ഇപ്പോൾ എപ്പോഴും മുസ്ലിം എന്താ ഇപ്പോഴത്തെ കാലത്തിന് അള്ളാഹുവെ ഇന്നക അഫ്വു തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വ അല്ലേ, അള്ളാഹുവെ നീ മാപ്പ് നൽകണം, എനിക്ക് മാപ്പുള്ള പഠിച്ചവനെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ലൈലത്തുൽ ഖദ്റിൽ രാവുകളല്ലേ, രാപ്പകലും ഇപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കുക. വെറുതെ കാർ ഓടുമ്പോഴും അള്ളാഹുവെ ഇന്നക അഫ്വു തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വ, വെറുതെ കിടക്കുമ്പോഴും അള്ളാഹുവെ ഇന്നക അഫ്വു തുഹിബ്ബുൽ അഫ്വ. അതിന് പള്ളിയിൽ കാണുന്നില്ല, അതിന് രണ്ട് കൈ പൊതിക്കുന്നില്ല. നിങ്ങളുടെ മരണം വരെ റമദാനിലെയും ഇതിന്റെ രാത്രങ്ങൾ ഈ പ്രാർത്ഥനയും കൂടുതൽ അല്ലേ. ഇപ്പൊ വേണ്ടി മാപ്പാണ്, പക്ഷെ അതൊന്നും ഉള്ളിൽ തട്ടാത്ത മാപ്പാല്ല. നേരെ മനുഷ്യരൊക്കെ ദൈവങ്ങൾക്ക് എല്ലാ ദിവസവും 20 ലക്ഷം ഒക്കെ കണ്ണൂർ സെൽഫി പള്ളിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്ര പള്ളിയിൽ പിന്നെ നിങ്ങൾ പറഞ്ഞോടെ 20 ലക്ഷം ഒക്കെ ബാപ്പ പറയും പോലോട്, മോൻ പറയും ബാപ്പനോട്, ബാപ്പ പറയും മക്കളോട് അല്ലേ, ഭാര്യനോട് പറഞ്ഞോട് കിട്ടുന്നവരോട് പോലോട്ട് സെൽഫി പള്ളിയിൽ 20 ലക്ഷം ഒക്കെ ഈ ഒരു പ്രാർത്ഥന. എല്ലാവരും ദൈവത്തില്ല പക്ഷേ എനിക്ക് നല്ലോണം പൈസ ഉണ്ട്, പക്ഷേ തൊട്ടടുത്തുള്ള പിടി കൂടി വാങ്ങാനുള്ള പൈസ ഉണ്ട്. സ്വന്തം പീടി ഉണ്ടായി അതുപോലെ അടുത്ത പീടിയിൽ നോക്കുക, എവിടെ ഇരുത്താലോ മറ്റൊരു പീടിയിൽ അല്ലേ. പഠിച്ചാൽ എനിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്നാൽ ഞാൻ അവിടുത്തെ ഡയറക്റ്റായി ഇനിയിപ്പോൾ എന്നോട് വയസ്സൊക്കെയായി എനിക്ക് ട്രീറ്റ്മെൻറ്റൊന്നും കഴിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ കിട്ടുന്ന മൂപ്പരദ്വാര. പിന്നെ മക്കളൊക്കെ പഠിച്ചവരുടെ കൂടെ ഉണ്ടാവണേ, എന്തിന് അത് ചോദിക്കില്ല, ഉണ്ടായാൽ മതി, പൈസ ഉണ്ടായാൽ മക്കൾക്ക് പൈസ ഉണ്ടാവും. നമ്മളോട് മക്കൾക്കൊക്കെ എന്തില്ല, അവരൊക്കെ നല്ല ഹയറാണ്. എന്താ ഹയർ? ഒരു ദീനുണ്ട് നല്ല, ഒരു ദീനുള്ളതിൻ്റെ ഹയറല്ല. ഒന്ന് മുക്കാലിൻ്റെ അവൻ്റെ പെണ്ണുങ്ങൾ ഡോക്ടറാണ്, അവൻ്റെ മോളെ കുട്ടി ഡോക്ടറാണ്, എല്ലാം ഡോക്ടറാണ്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഡോക്ടറാന്ന് പറഞ്ഞാൽ ഉള്ളതാണ്, ഡോക്ടറാണ് ഇങ്ങനെ മോനെ കുടിക്കും. എന്താ കാരണം? ആ ഡോക്ടറാണ് പണിത്തുന്നത്. എത്ര കാലം അധ്വാനിച്ചില്ല ഡോക്ടർ? ഒരുപാട് കഴിച്ചില്ല, അതിന് മാത്രം സൂക്ഷിച്ചോ? ഇല്ല. എല്ലാവരും ബഹുമാനിക്കും. അത് ആ ബഹുമാനം അള്ളാഹുവിന്റെ പേരിലല്ല, ദീനിന്റെ പേരിലല്ല. നിങ്ങൾക്ക് അസ്ലാം, നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാൻ വേണ്ടി ഒരാൾ അസ്ലാം കഴിക്കുന്നതാണ് അവരുടെ പൈസ പോയി. നിങ്ങൾ അതുകൊണ്ട് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, കാരണം 200 രൂപ കൊണ്ടാ അല്ല, ബന്ധമില്ല അല്ലേ. അങ്ങനെ പറ്റുള്ളൂ. ഞാൻ എല്ലാ ഡോക്ടറാണ് പറയാം, വെറുതെ ഒരു മരുന്ന് കൊടുക്കരുത് 1 രൂപ. എന്താ കാരണം? അതിന് കാര്യം ഒരു വെറുതെ 10 രൂപ നിങ്ങളുടെ അവിടെ വല്ല ക്ലിനിക്കിന് സഹായിക്കുന്ന വല്ല ഫണ്ട് കൊണ്ട് അതില്ല പറയും, മരുന്ന് ഫ്രീയാണ്, അതിൽ 10 രൂപ കേട്ടോ. അല്ലാതെ കൊടുക്കരുത്. ഞാൻ എല്ലാ ഡോക്ടറാണ് പറയും, കാരണം ഓരോ നിലയില്ല. ഈ പാവപ്പെട്ടാണോ രോഗം ലേശം മാറിക്കഴിഞ്ഞാൽ എന്ത് ഡോക്ടർ അയാൾക്ക് ഏതിനെ മാറില്ല, മരുന്ന് കൊടുത്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമ്മളെ വിഷയത്തിലേക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മനുഷ്യന്മാർ എപ്പോഴും ദുനിയാവ് കൊണ്ടാണ് അല്ല പറയാം സ്വാമിനാസി. ഞാൻ ചോദിച്ച മനുഷ്യന്മാരിൽ ചിലരുണ്ട് എപ്പോഴും അവർ പ്രാർത്ഥിക്കും, റബ്ബന ആതിനാ ഫിദ് ദുനിയ. ദുനിയാവിൽ കൊണ്ടാണ്, ആരോഗ്യം കൊണ്ടാണ്, സൗന്ദര്യം കൊണ്ടാണ്, ബാക്ക്ബെൽറ്റാക്ക് ചിന്നും ഭയങ്കര ആരോഗ്യം. ഇതിനാ ആരോഗ്യം? അല്ലാതെ വേണ്ടി പഠിക്കാനുള്ള ആരോഗ്യമല്ല. മൂപ്പത്ത് പെണ്ണുങ്ങളെ കൂടെ കളിക്കാണ്, നല്ല ആരോഗ്യം ഇതിലെടുത്ത് അത് പോയാലുള്ള ലേഹ്യം വീഴും. ലേഹ്യം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ വരുന്നതാണ് ഒന്നുമല്ലോ.
അതിൻ്റെ ഒരു കാരണം ഡോക്ടർമാർ പറയാം. പോട്ടെ, പള്ളിയിൽ പറയാൻ പറ്റാവുന്നേ പറയുന്നു. എനിക്ക് എന്ത് അപ്പൊ ചുരുക്കത്തിൽ ഭയങ്കര മോഹം. അങ്ങനെ ആരോഗ്യം പോയ ഭക്ഷണ, ആരോഗ്യം കൊണ്ട ഭക്ഷണ, ആരോഗ്യം കൊണ്ട അത് കുറ്റിയും കൊടുത്തു ഭക്ഷണ ആഹാരം കൊണ്ട എന്റെ കബറിൽ ഭക്ഷണം രക്ഷിക്കണേ, എന്റെ മരണസമയത്ത് ഭക്ഷണെ മലക്കുകളാക്കണേ നിന്ന് വരെ തോന്നുന്നില്ല. ഉണ്ടോ ഉണ്ടോ ഒക്കെ കാരണം എല്ലാ നീണ്ട ആൾക്കാർക്ക് കേൾക്കുന്നത് മൊയ്യനൊന്നും ദുനിയാവിലെ എന്റെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരണേ ദുനിയാവിലാക്ക് പരലവും കൊണ്ടുകൊണ്ട അങ്ങനെ ദ്വേഷങ്ങളോട് അല്ല പറയാം. ദുനിയാവ് മാത്രം അള്ളാഹുവോട് ചോദിക്കുന്നത് പരലോകത്ത് ഭാഗ്യത്തിന്റെ ഓരോ അഭിനയം ഒന്നും കിട്ടൂല. മാലഹു അവനില്ലാത്ത പരലോകത്ത് മീൻ ഹലാക്കാർക്കറിയ ഭാഗ്യത്തിന്റെ ഓഹരി അതൊരിക്കലും ഒന്നുണ്ടാവില്ല. കട്ടപ്പൂല. അതുകൊണ്ട് അല്ല പിന്നെ പറയാം ഒമിൻഹും. എന്നാൽ ഞാൻ ചിന്തിച്ച ചില മനുഷ്യന്മാരുണ്ട് അവർ പ്രാർത്ഥിക്കുന്നു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ പഠിച്ചോനെ ഹസന. എന്താ ദുനിയാവിലെ ഹസനത്ത്? കെട്ടുകളിൽ ഉറപ്പില്ല, ബാങ്ക് ബാലൻസ് അല്ല, ആരോഗ്യം ഒന്നല്ല. എന്താവട്ടെ ദുനിയാവിൽ പഠിച്ചതൊക്കെ തന്നാലും നിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ അതാണ് ആ ഹസനത്ത് കൊണ്ടാണ്. അല്ലാതെ നിയമം പൈസ മുക്കാലോ കൂടിക്കൊണ്ടില്ല. പക്ഷെ എന്തുകൊണ്ട് അള്ളാന്റെ ഹസനത്ത് എന്ത് വേണം? ദുനിയാവിൽ അള്ളാഹ്ക്കനുസരിച്ച് അള്ളാഹ് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യൂ. ആ നിലക്ക് ജീവിക്കാൻ ഭയങ്കര ഭാഗ്യം. ഒരാൾക്ക് അള്ളാന്റെ തൃപ്തി നോക്കി ജീവിക്കാൻ കഴിയാനോ ഓന് വലിയ ഭാഗ്യം ഒരാൾക്ക് എന്ത് കാര്യത്തിനായ റബ്ബിന്റെ തൃപ്തി നോക്കും. ഒരു കല്യാണം കഴിക്കാൻ തൃപ്തി നോക്കും, മക്കളെ കെട്ടിക്കാൻ തൃപ്തി നോക്കും, ഒരു ഡ്രസ്സ് എടുക്കാൻ തൃപ്തി നോക്കും. അള്ളാഹ്ക്ക് തൃപ്തിയാവില്ല. ഒരു ഷൂസ് വന്ന് തൃപ്തി നോക്കും. ഇതിനോടൊപ്പം 2-3 ഷൂ ഉപ്പയ്ക്ക് കിടക്കാൻ വേണ്ട. അങ്ങനെ പറഞ്ഞത് നമ്മളത് തന്നെ ഇതിനോടെ 3 ഷൂ ഉണ്ട്. ഇപ്പൊ ചിലരൊക്കെ പറയുന്നത് ഷൂവിന്റെ കച്ചവടമുള്ള മയ്യ ഒരു മുന്നിൽ തന്നെ ഷൂസ് ചെയ്ത് വെക്കാൻ ഒരു പ്രത്യേക സ്ഥലം അല്ലേ? അത് ഇങ്ങനെ അട്ടിക്കിട്ടുണ്ടാവും. എന്നിട്ട് ഇനിയിപ്പോൾ എന്നാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും. അപ്പൊ ഇനി ചെരുപ്പ് കച്ചവടക്കാർ ഇവിടെ അറിയണ്ടേ അയാൾ മോന്തപ്പൊന്നും കൊടുക്കും, അയാളുള്ള കച്ചവടം നോക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ആവുക. ഇപ്പൊ ആളുകളുടെ ആരല്ല 3 മാസം കുപ്പായം, 3 മാസം അടുത്ത മാസം അതിന്റെ ആ കുപ്പായത്തിന് വരുന്ന ബ്രാൻഡ് ഒരു ബ്രാൻഡായിട്ടുണ്ട് അല്ലേ? ബ്രാൻഡഡ് ഒക്കെ ബ്രാൻഡാണ്, എല്ലാത്തിനും ബ്രാൻഡാണ്. 3 മാസം കൊടുക്കും ഡ്രസ്സ് മാറും. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇസ്ലിന്റെ വടി പോലെ സലാമിന്റെ അല്ല, സലാം എപ്പോഴും ഇങ്ങനെ വടി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം, മൊത്തത്തില് ഡ്രസ്സൊക്കെ ഭയങ്കര സ്റ്റഡിയിലേക്ക് കേട്ടോ. മൂപ്പരെപ്പോഴും സംസാരിക്കുക ഇസ്തിരിട്ട ഭാഷ, മനുഷ്യന്റെ കൽവ് തരുന്ന ഭാഷകളല്ല പറയാം, ഇസ്തിരിട്ട ഭാഷ. അതൊക്കെ ആരും തിരിയില്ല, പറഞ്ഞിട്ട് തിരിയില്ല, കേട്ടോണ്ടിരിക്കും. അങ്ങനൊരു ഭാഷ. അതാണ് സമ്പന്നതയുടെ വഴിത്തറിൽ ജനിച്ചു കൊണ്ടപ്പോൾ ജനിത ജീവിതം സ്മൃതി പദത്തിൽ ഒരിക്കലും മുളകില്ല. ദാരിദ്ര്യമായാത്ത രാജകീയതയുടെ സുഖസുഷുപ്തിയുടെ സായാഹ്യത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവസര സ്വപ്നം കണ്ടു. എന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല. പക്ഷെ സൂപ്പർ ഭയങ്കര. എനിക്ക് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്റെ ഉള്ളിൽ പറയാ അതോടാണ്. അപ്പോൾ ഹായ് എല്ലാത്തിലും എല്ലാവരും ഹായ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ആയിപ്പോയി 2 ഏഴാക്കിയല്ല 2 തൊട്ടായിരുന്നു. ഏതാണ് ഞാൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്തിനുണ്ടായിരുന്നു. നേരെ പക്ഷെ അള്ളാഹു പറയാം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ ദുനിയാവിൽ നിന്റെ തൃപ്തിക്കൊട്ട് ഹസനത്തായി ജീവിച്ച എനിക്ക് പരലോകത്തും പടച്ചോനെ ഹസനത്ത്. ഹസനത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും അള്ളാഹിന്റെ തൃപ്തിക്കൊട്ട് ഇവിടെ ജീവിച്ചു, അതിന്റെ ഹസനത്ത് പടച്ചോൻ. അതാണ് വഫിൽ ആഖിറതി ഹസന. അതൊക്കെ ദേഹക്കുമ്പോൾ ആ ആമീൻ പറയുന്നത് നിങ്ങളെ കൽബ് തട്ടിയാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ആമീൻ ഒന്നിച്ചു വന്നാൽ, രണ്ടുപേരുടെയും പ്രാർത്ഥന ഒന്നിച്ചു വന്നാൽ, രണ്ടുപേരുടെയും അതായത് നമ്മളുടെ ആമീനും മലായിക്കളുടെ ആമീനും വന്നാൽ ഒരുമിച്ച് വന്നാൽ ആ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ദുനിയാവിൽ എന്താ ആരോഗ്യം ഉണ്ടായിക്കോട്ടെ, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കുന്നതല്ല, എല്ലാം വന്നാൽ തരുന്നതാണ്. പക്ഷെ അഹങ്കാരം വേണ്ട, അള്ളാഹ്ക്കെതിൽ സംസാരിക്കരുത്, നന്ദികൾ ചെയ്യരുത്, നന്ദികൾ പറയരുത്. ഇനി ഒരു കാര്യം കൂടി, ഈ ദുനിയാവിനെ പറ്റി അള്ള പറഞ്ഞ കാര്യം നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല ഉഷാറാണ് അല്ലേ? അല്ലേ? നല്ല ഉഷാറാണ്. നമുക്ക് ഭയങ്കര ആരോഗ്യമാണ്.
ആരോഗ്യം കുറഞ്ഞാലോ അല്ല പറയാം. ദുനിയാവിൽ കുളച്ച് ജീവിച്ചു, ആഹ്ലാദഭരിതരായിട്ട് കുടുംബസമേതം എന്താ ചെയ്യേണ്ടത്? അവിടെ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്, സകല വില്ലകളും പോലെ കൈസിലാണ്, സകല സൂപ്പർ മാർക്കറ്റുകളും പോലെ ഇതൊക്കെ ഉണ്ടായി. എന്നിട്ടോ അവസാനം പറയാം, കുറച്ച് കഴിയുമ്പോൾ സുമ്മ യഹീജു, ഇതൊക്കെ ഉണ്ടാക്കിയോ വാടും, ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയോ വാടും. പാടില്ലേ ഇസ്ലാമേ? പാടും. സുമ്മ യഹീജു പറഞ്ഞിടാൻ പാടില്ല. നിങ്ങളെ കൂട്ടത്തിൽ എന്നെ കൂട്ടില്ല, 30 കഴിഞ്ഞ പുറത്തിറങ്ങിയിട്ട് ഞാൻ പാടിയില്ല, വലിയ പാടില്ല, ഞാനാണ് പറയാം. സുമ്മ യഹീജു, പിന്നെ വാടും. മനുഷ്യന്മാർ പാടില്ലേ? നല്ല കിടുകെടുത്ത ബാല്യം, എന്തൊരു ചിലവരൊക്കെ പറയും പെണ്ണുങ്ങളെ പറ്റി കല്യാണത്തില്ല, നല്ല തത്തമ്മ ചൂടുള്ള പെണ്ണ, ആപ്പിളുടെ സാധനം. പിന്നെ നമ്മളെ വെല്ലുമലാളോ സുമ്മ യഹീജു പാടി, ഞാൻ പറഞ്ഞ പറഞ്ഞത് സുമ്മ യഹീജു. കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ നിറം അല്ലേ, ബ്ലഡിന്റെ കൗണ്ടൊക്കെ പോയി, മുഖത്തും ശരീരത്തിനും വിരലിലും ഒന്നും വിരലിനെ പിടിച്ച് അമർത്തിയാൽ ബ്ലഡ് ഉണ്ടോന്ന് അറിയാം, അങ്ങനെ. പക്ഷെ അതൊന്നുമില്ല, മഞ്ഞ നിറം ബാധിച്ചു. എന്താ പറഞ്ഞത് കേട്ടോ? സുഹൃത്ത് ഹദീൽ സുമ്മയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോ മഞ്ഞാറം ബാധിച്ചു. പിന്നെന്തുണ്ടായി? പിന്നെ പറഞ്ഞത് മഞ്ഞാറം ബാധിച്ചു, ആദ്യം പറഞ്ഞത് വാടി, പിന്നെ മഞ്ഞാറം ബാധിച്ചു. ചുമ്മയൂനും കുത്താം, പിന്നെ ചവറ് ആയോ? ചവറ് പോയ കുറെ ആയ ആൾക്കാരില്ല, ഒരാവശ്യമില്ല, ആർക്കും ആവശ്യമില്ല. തേങ്ങാവ് തീർന്നാൽ ചവറായി, നിങ്ങളടുത്ത് മുക്കാലിലെ ചവറാണ്. ചുമ്മയൂനും കുത്താം. ഇനിയോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമ്പത്തും മുതലൊക്കെ ഉണ്ടാക്കി ചവറ് പോലെ കുറേ നിൽക്കുന്നു. ഇത് ആലോചിച്ചുകൊണ്ടുള്ള രംഗം വെറുതെ ഒരു ഭാവനയെ കണ്ടൊക്കെ എന്താ പറഞ്ഞത്? ചവറ് പോലെ ശരി. ഭരണോത്തരത്തിന് ഈ മയ്യത്ത് കൊല്ലക്ക് ഭരണോത്തരത്തെ കഠിനമായ ശിക്ഷ. എന്താ പറയുക? ഇവിടുത്തെ ചവറ് പോലെ അല്ല, ചവറ് പോലെ ആക്കൂല, മുന്നിനെ കഷ്ടപ്പെടുത്തൂല. പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളെ അല്ലാഹു പിച്ചിപ്പേയിപ്പായി പ്രാർത്ഥന കൊണ്ടുപോകാൻ. നിങ്ങൾ നോക്കേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര 63 അല്ലേ? അബൂബക്കറിന്റെ യാത്ര 63 അല്ലേ? അല്ലേ? ഉമറുള്ളാഹിന്റെ യാത്ര 63 നല്ലൊരു പ്രായം, നല്ലൊരു പ്രായം. അപ്പൊ നല്ല പ്രായം നിങ്ങൾ വിൽക്കൂടെ അല്ലേ? അല്ലാതെ വയ്ക്കില്ല, എനിക്ക് കൂടിയുണ്ട്. ഒരു നിലക്കും ദുനിയാവിനോട് ഒരു ഇഷ്ടം വേണം. പിന്നെ എന്തുകൊണ്ട് രോഗത്തിന് ചികിത്സിക്കാൻ അള്ളാഹു അല്ലേ? ലിക്വിഡായി ദവാവ് ഫൈലാവസീവ ദവാവുതായി വലിയ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം. അതിന് അള്ളാഹു വെച്ച മാർഗമാണ് ചികിത്സ. അതും ചെയ്തോ, മരിച്ചോട്ടെന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ പാടില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഭാര്യ ഭർത്താവും പെൺകുടി പോയിട്ട് മരിച്ചില്ലേ, അപ്പുറത്തെ ലോകത്ത് പോകാൻ വേണ്ടി അല്ലേ? നിങ്ങളിപ്പോൾ റമദാനായ ന്യൂസൊന്നും അറിയില്ല. ചിലപ്പോൾ ഭക്ഷണമൊക്കെ നിർത്തിയത് കഴിവ് ഭക്ഷണമൊക്കെ നിർത്തിയത് ന്യൂസ് നിർത്തിയില്ല. ചിലർക്ക് അറിയാം, കുഞ്ഞിവിടെ ടി വി ഒക്കെ ഉണ്ടാകും. ടി വി റമദാനിൽ മാത്രമല്ല, ടി വിയിൽ വേണ്ടത് റമദാനിലും വേണം, റമദാൻ കഴിഞ്ഞാലും വേണം. ടി വി ഒക്കെ ഇനിയിവിടെ ന്യൂസൊന്നും പറഞ്ഞല്ല. ന്യൂസ് അല്ലെങ്കിൽ പറഞ്ഞാൽ വെക്കൂല. ഓല് ന്യൂസ് കണ്ട അപ്പം മതിക്കും. ന്യൂസ് വന്നാൽ ഓൽക്ക് വേണ്ടത് പിന്നെ ഏക് സുന്ദരി ഓ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൽക്ക് വേണ്ട സീരിയലും സിനിമകളും ഉണ്ട്. പക്ഷെ ന്യൂസ് കാണാൻ നമ്മൾ മുഖം കാണാം. കാരണം കാലഘട്ട വിജ്ഞാനം ജോലിയില്ല. ഞാൻ പറഞ്ഞത് മഞ്ഞാറം ബാധിക്കും, പിന്നെ അവസാനം പരലോകത്തേക്ക് പോവുക. ഇനി ആലോചിച്ച് ചവറായി പോലെ അവസാനം ആ ചവറിന് കെലിമ എഴുതി കൊടുത്തു, യാത്രയാക്കി എല്ലാവരും കൂടെ മാറാണ്. ഇന്നെന്താ കൊണ്ട് ഓഫീൽ ആഹ്ലത്തെ അതാപിച്ചു പരലോകത്ത് കഴിഞ്ഞ ഇവിടെ ചവറായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടായില്ല. ഈ കണ്ടു കാണാൻ വേണ്ടി സ്വത്തൊക്കെ അതൊക്കെ ഉണ്ട്. ആ ചവറായ ഭാഗം അവസാനത്തെ ശാസ്ത്രത്തിന് വേണ്ടി കിണഞ്ഞ് പരിശോധിക്കുമ്പോൾ മോനെന്താ പറഞ്ഞത്? ചെല്ലി പാപ്പാലായാലും എന്തിനാ ചെല്ലി പാപ്പാലായാലും ഇയാൾ തീരുമാനിക്കാനല്ല, ഇയാളുടെ പരിശോധിക്കണം താക്കോലാണ്. ആ ഓടിന്റെ താക്കോലും സൂപ്പർ മാർക്കറ്റ് താക്കോലും ഒക്കെ ഓർക്ക് വേണം. അയാൾ വലിയ കൊടുക്കില്ല, ചെല്ലി പാപ്പാലായാലും. അപ്പൊ ഇയാളിങ്ങനെ കണ്ണ് തുറച്ച് നോക്കണം, പോലെ ഇന്ന് അല്ലാതെ അതിന്റെ അയാളെ അസമാധാനം ചെല്ലി പാപ്പാലായാലും അത് പറയാൻ പാടില്ല. ലക്കിനല്ല നോട്ടാക്കിന്റെ ആയാലും ലായിലായിരുന്നാലും വെറുപ്പിക്കാതെ പറയാം.
ഇദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കാതെ ബോധ്യപ്പെടുത്താൻ മരണം അവസാനത്തെ സമയത്ത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഉച്ചരിച്ച് പോയാലായാലും സ്വർഗം കിട്ടുന്ന റസൂലുള്ളാഹിന്റെ വചനം ആ വചനത്തിന്റെ പേരിലാണ്, അല്ലാതെ ചെല്ലി പാപ്പാന്നല്ല വേണ്ട. അപ്പൊ അയാൾക്കൊക്കെ തോന്നുന്നു എന്തെങ്കിലും ചെല്ലിക്കൈ ചിലർക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ അവസ്മാരം എഴുതിപ്പ് ചെല്ലിക്കൊടുക്കില്ല ആയിരം ചെല്ലി പാപ്പ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്ക് വന്നു അല്ലേ, ഒരു ഭാഗം കഴിഞ്ഞാൽ മതി, എപ്പോഴും ആയിരം അത് ചെല്ലിക്കൊണ്ടിട്ട് അങ്ങനത്തെ ചെല്ലിക്കൊടുത്താൽ മതി. അത് അയാളെ ചോട്ടിലും ചേർന്ന ആവശ്യമില്ല, അയാളെ ബോധ്യപ്പെടുത്തിയാണ് അല്ലേ. അപ്പൊ ഇനി പല്ലോത്തോ ഇവിടെ ഫ്ലാറ്റുണ്ട്, വില്ലുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, ഹൈപ്പർ മാർക്കറ്റ്, എല്ലാ കുണ്ടും ഉണ്ട്. ദുനിയാവ് മുഴുവണ്ടാക്കിയിട്ടുണ്ട്. മുന്നോ ഇപ്പൊ പോണ ലോകത്തോ ചവറായി ഇവിടെ കെടുത്തി അവസാനം പോയപ്പോഴോ എന്നാലോ അള്ളാഹുവിന്റെ തൃപ്തിക്കൊത്ത് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തിയാലോ ഇപ്പൊ മഹത്വത്വം പിന്നെന്താണ് എന്നാലും പാപമോചനവും എഴുതുവാൻ തൃപ്തി കിട്ടുന്നത്. നമ്മൾ അള്ളാഹിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹിന്റെ എല്ലാ കഥകളെയും വിധികളെയും ഇരുകൈ നീട്ടി തൃപ്തിയോടെ സ്വീകരിച്ചാൽ അള്ളാഹിനെ തൃപ്തി കിട്ടും. എന്നിട്ട് അള്ളാഹ് ഈ അവസാനിക്കാൻ വാക്കാൻ പറഞ്ഞു. ഇത് സാധാരണ വാപ്പാൽ പറയുന്നത് വേണ്ട മോനെ വേണ്ട, ചില കളിയൊക്കെ വാപ്പാൽ പറയും അല്ലേ, അത് വേണ്ട മോനെ അത് വേണ്ട ആവർത്തിച്ചു പോകും. അതുപോലെ എന്താ പറയാ, ദുനിയാവ് വഞ്ചിക്കപ്പെട്ട ചരക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ല കേട്ടി ചരക്കിനാണ് വഞ്ചിക്കപ്പെടും ഈ ദുനിയാവ്, എല്ലാം വഞ്ചിക്കും. അതിന്റെ മുകളിൽ കുടുങ്ങണ്ടാണ്, അതിൽ കുടുങ്ങിയ ആൾക്കാരാണ് അസമാധാനം അല്ലേ. അത് കൂടുതൽ കിട്ടാൻ ഇതാക്കി നിർത്തുക. നമുക്ക് ഒരുപാട് തെറ്റുകളും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. ആ തെറ്റുകളും പോരായ്മകളും ഒക്കെ അർഹമുറാഹിമായ റബ്ബ് ഈ പരിശുദ്ധ അല്ലാഹുവിന്റെ മഹത്തായ മഹത്തായ ഫലവും നമുക്കെല്ലാം കൊടുത്തുമാപ്പായി. ആരോഗ്യമുള്ള ദീർഘായുസ്, ഈമാനുള്ള ദീർഘായുസ്, തഖ്വയുള്ള ദീർഘായുസുള്ള അല്ലാഹു നമ്മെ പിരിഞ്ഞുപോയുള്ള മാതാപിതാക്കളുടെ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് യാത്ര പോകുമ്പോൾ അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് യാത്ര പോകാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും നമ്മെ തേടി വരുന്ന വൈവിധ്യമാർന്ന ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെയെല്ലാം ചെയ്യുമാറാണ്. ഇതിനേക്കാൾ ഉന്നതമായ സ്വർഗത്തോട്ടിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ വാത്സല്യം ഒരുമിച്ച് കൂടി അവരോടൊപ്പം